ഒരു 5:50-55 കൂട്ടിയിട്ട് ഈ തീ കത്തിയിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ബാക്ക് സൈഡിലാണ്. പക്ഷെ ആ മുകളിലെ നിലയിലാണ് ആദ്യം കത്തിയിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറി രണ്ടാമത്തെ നിലയിലെത്തി. ഇപ്പൊ താഴത്തെ നിലയിൽ 3 നിലയിൽ കത്തുന്ന വരെയാണ് ഇപ്പം തോന്നുന്നത്. പിടിച്ചത് എന്താന്നുള്ളത് മനസ്സിലായില്ല. അതിന്റെ തൊട്ട് താഴത്ത് ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വരും. തീ ഇതുവരെ നിയന്ത്രണം വന്നിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഇതാവുകയാണെന്നാണ് മനസ്സിലാവുന്നത്. നമസ്കാരം. കോഴിക്കോട് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന് തീ പിടിച്ചിരിക്കുകയാണ്. എന്താണ് തീപിടുത്തത്തിന്റെ കാരണം എന്നുള്ളത് ഇനിയും വ്യക്തമല്ല. ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ ഇപ്പോഴും തീ അണയ്ക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇനിയും തീ പൂർണ്ണമായും അണയ്ക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും അതിന്റെ ഒരു വശം ഏതാണ്ട് പൂർണ്ണമായി തന്നെ കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, എന്താണ് ഇവിടെ ഇപ്പൊ സംഭവം? ചേട്ടൻ തുടക്കം മുതൽ എന്താ സംഭവം? ഒരു 5:50-55 കൂട്ടിയിട്ട് ഈ തീ കത്തിയിരിക്കുകയാണ്. നമ്മൾ പോകേണ്ട ബാക്ക് സൈഡിലാണ്. അപ്പൊ അതിന്റെ ആ സമയത്ത് ഇവരുടെ എന്തോ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് എന്തോ തീ അണക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അപ്പൊ അധികം വൈകാതെ തന്നെ ഫയർഫോഴ്സ് ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോൾ ഒരു 4-5 യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. പക്ഷെ ആ മുകളിലെ നിലയിലാണ് ആദ്യം കത്തിയിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറി രണ്ടാമത്തെ നിലയിലെത്തി. ഇപ്പൊ താഴത്തെ നിലയിൽ 3 നിലയിൽ കത്തുന്ന വരെയാണ് ഇപ്പം തോന്നുന്നത്. നിയന്ത്രണം വന്നിട്ടില്ല. ഈ ഫയർഫോഴ്സിന്റെ സെക്ഷൻ കൊണ്ടൊന്നും തീ നിയന്ത്രിക്കുന്നതായിട്ട് തോന്നുന്നില്ല. തുടക്കം മുതലേ കണ്ട സ്ഥിതിക്ക് നോക്കുമ്പോൾ 6 മണി മുതൽ വെച്ച് നോക്കുമ്പോൾ തീ ഇതുവരെ നിയന്ത്രണം വന്നിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഇതാവുകയാണെന്നാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വ്യാപിക്കുന്നതാണ് മനസ്സിലാവുന്നത്. ഇതിന്റെ ബാക്ക് സൈഡ് മാത്രം ഇപ്പോൾ ഒരു സമാനത അവിടെയൊക്കെ വീണ്ടും ആദ്യം ഇതാവുന്നുണ്ട്. 3-ാം നിലയിലും 2-ാം നിലയിലും നന്നായി കത്തുന്നുണ്ട്. ഇതിന്റെ താഴെ നില എന്താണെന്ന് അറിയാത്ത മൂടി വെച്ചുകൊണ്ട് നമുക്ക് കണ്ടാം. മുൻഭാഗത്തേക്ക് വന്നിട്ടില്ല. ഇതിന്റെ ജയലക്ഷ്മിന്റെ ബാക്ക് സൈഡാണ്. അത് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു മണിക്കൂറിലധികം ഇപ്പോൾ വന്നുകൊണ്ട് ഒരു 5:50 തുടങ്ങിയിട്ടുണ്ട്. സാധിക്കാത്ത ഫയർ എഞ്ചിനൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. പിടിച്ചത് എന്താന്നുള്ളത് മനസ്സിലായില്ല. അതിന്റെ തൊട്ട് താഴത്ത് ഞാൻ സാധനം മേടിക്കാൻ വേണ്ടി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വരും. അപ്പോഴാണ് ഈ പുക കാണുന്നത്. പുക കണ്ടതിന്റെ ഭാഗമായി തന്നെ സെക്യൂരിറ്റിക്കാർ നേരത്തെ അറിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നീട് ഞാൻ വണ്ടി എടുത്ത് മാറ്റാൻ വേണ്ടി പറഞ്ഞു. വണ്ടി മാറ്റാൻ സംഭവം 6 മണി, ഒരു 5:30-6 മണിയോട് കൂടിയിട്ട് ആ സമയത്താണ് തീ പിടിച്ചു തുടങ്ങിയത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തീ പടർന്നു പിടിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് പടർന്നു. അത് തന്നെയാണ് നമുക്കും കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇവിടെ ഇപ്പോൾ തീ പിടുത്തം ആരംഭിച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ പിന്നിടുകയാണ്. എന്നാൽ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം. ഇപ്പോൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ തന്നെ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ഫയർഫോഴ്സിന്റെ ഒരു അപര്യാപ്തത, വാഹനങ്ങൾ ഇത്തരത്തിൽ എത്താനും അല്ലെങ്കിൽ കൃത്യമായ സമയത്ത് തീ അണയ്ക്കാൻ വേണ്ടി സാധിക്കാത്തതിലൂടെ ഒരു അപര്യാപ്തത ആ സമയത്ത് തന്നെ ചർച്ചയായിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസിന് തീ പിടിക്കുന്ന സമയത്തും ഇപ്പോഴും തീ നിയന്ത്രിതമാക്കാൻ വേണ്ടി സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ നാട്ടുകാരും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള പോലീസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ സർവ്വ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും തീ ഉടൻ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.
രാജ്യം